നമസ്കാരം പ്രിയപ്പെട്ടവരെ. അതീവ പുണ്യമാസമായ വൈശാഖത്തിൽ 2 ഏകാദശികൾ ഉണ്ടായിരുന്നു. ഒന്ന് അപര ഏകാദശിയും 2 മോഹിനി ഏകാദശിയും. അപര ഏകാദശി കഴിഞ്ഞു. ഇപ്പോൾ നടക്കാൻ പോകുന്നതാണ് മോഹിനി ഏകാദശി. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾക്കകം വൈശാഖ മാസം അവസാനിക്കുകയാണ്. വൈശാഖത്തിലെ ആചരണങ്ങളും വ്രതങ്ങളുമൊക്കെ എടുക്കാത്തവർക്കുള്ള സുവർണ അവസരമാണ് ഇത്. വളരെ വിശേഷപ്പെട്ട ഒരുപാട് ഫലങ്ങൾ നൽകുന്ന ഒരു ഏകാദശിയാണ് മോഹിനി ഏകാദശി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മോഹിനിയുടെ കഥയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, പാലാഴി മദനം തന്നെ അമൃതിന് വേണ്ടി ആണ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറായി ഉപയോഗിച്ച് പാലാഴി മദനം ഗംഭീരമായി നടന്നു. പാലാഴിയിൽ നിന്ന് ഓരോ വസ്തുക്കൾ പൊങ്ങി വന്നത് അതിന് അർഹതപ്പെട്ട ഓരോരുത്തർ സ്വീകരിച്ചു. അവസാനം അമൃതകുംഭവുമായി ധന്വന്തരിമൂർത്തി വന്ന് അത് തന്നു. അമൃത് സേവിച്ച് അമരത്വം നേടാനായി അസുരന്മാർ ആ അമൃതുമായി കടന്നുകളഞ്ഞു. ഇതുകണ്ട മഹാവിഷ്ണു മോഹിനി വേഷം ധരിച്ച് അമൃത് വീണ്ടെടുത്ത് ദേവന്മാർക്ക് നൽകിയ ദിവസമാണ് മോഹിനി ഏകാദശി ദിനം. അതുകൊണ്ടാണ് അതിനെ മോഹിനി ഏകാദശി എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ ഈ ഏകാദശിയുടെ ഗുണത്തെക്കുറിച്ച് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പണ്ട് വസിഷ്ഠനോട് ജീവന്മാരുടെ ദുരിത ദുഃഖങ്ങൾ മാറാൻ എന്താണ് പോംവഴി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വസിഷ്ഠ മഹർഷി പറയുന്നു, അങ്ങയുടെ രാമനാമം ജപിച്ചാൽ മതിയല്ലോ, എങ്കിലും ഞാനൊരു വിശേഷപ്പെട്ട വ്രതത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞ് പണ്ട് കൗടില്യ മഹർഷി ഒരു ദുഷ്ടാത്മാവിന് വൈശാഖത്തിലെ ശുക്ലപക്ഷ മോഹിനി ഏകാദശി വ്രതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അയാൾ അത് കൃത്യമായി ആചരിച്ച് സകല പാപങ്ങളും തീർന്ന് മോക്ഷഗതിയെ പ്രാപിച്ച കഥ വസിഷ്ഠൻ ശ്രീരാമദേവനോട് പറഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്. അതിനാൽ അങ്ങും ഈ വ്രതം ആചരിച്ചോളൂ എന്ന്. ഒരു ദിവസം ആചരിക്കുന്ന വ്രതം പ്രധാനമായും 3 ദിവസങ്ങളാണ് വ്രത നാളുകളെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. തലേ ദിവസമായ ദശമി നാൾ മുതലേ മത്സ്യമാംസാദികളും മറ്റ് ലഹരി പദാർത്ഥങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് ഏകാദശി ദിവസം ഒരിക്കൽ അരിയാഹാരം കഴിച്ച് പകലുറങ്ങാതെ വിഷ്ണു സഹസ്രനാമവും ഭാഗവതവും നാരായണീയവും ഒക്കെ പാരായണം ചെയ്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പിറ്റേ ദിവസം ദ്വാദശി നാളിൽ രാവിലെ 8 മണിക്ക് മുമ്പായി തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണ വീടാവുന്നതാണ്. വ്രതം അവസാനിപ്പിക്കുക. അന്നേ ദിവസവും സസ്യാഹാരം മാത്രം കഴിക്കുക. എന്നാൽ ശരി പ്രിയരെ, വൈശാഖത്തിലെ നല്ലൊരു ഏകാദശി ദിനം ആശംസിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം. ജയ് സീതാറാം.